ചാനൽ. ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ് യൂഷ്വൽ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് പോകുന്നത്. ഹസ്ബൻഡിന് ജോലിക്ക് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം രാവിലെ തന്നെ റെഡി ആക്കേണ്ടതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും സിമ്പിളായിട്ടും പെട്ടെന്ന് ഫില്ലിംഗ് ആവുന്നതായിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് സോസേജാണ്. അപ്പോൾ സോസേജ് ഒരു ഓംലെറ്റ് ആ ഒരു കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ഹാഫ് ഓണിയൻ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഓണിയൻ ഒന്ന് സോട്ടായി വന്നതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ്, നമ്മൾ ചിക്കൻ്റെ സോസേജാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുറച്ച് സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോഴത്തേക്കും ഞാനിവിടെ എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പെപ്പർ പൗഡർ ഒരു പിഞ്ച് ആണ്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന സോസേജ് ഒന്ന് കുക്കായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. കുറച്ചൊരു പിഞ്ച് ഓഫ് ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് മസാലയുടെ ഒരു ഇഷ്ടമാണ്. ഒരുപാട് ആഡ് ചെയ്യുന്നില്ല, കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മസാല വരണ്ടെന്ന് കരുതിയിട്ട്, എന്നാലും കുറച്ചൊരു ടേസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഓഫ് ചിക്കൻ മസാല കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് സ്ലോ കുക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് റെഡി ആയിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. സോ ഇത്രയേ ഉള്ളൂ. ഇതിന് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. അതിനുശേഷം ഞാൻ നേരെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ക്യാബേജ് തോരനാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ സവോള, അതുപോലെ ഗ്രീൻ ചില്ലി എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ആഡ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ പാകത്തിന് ഉപ്പ്, ഇത് രണ്ടും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തോരൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ക്യാബേജ് നല്ല കുക്കായി വരും. ആ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിരുന്നാൽ മതി. അധികം ടൈം വേണ്ട നമ്മുടെ ഈ ഒരു ക്യാബേജ് കുക്കായി വരാൻ. അപ്പോൾ ഒന്ന് എനിക്ക് അധികം വെറ്റ്നെസ് കീപ്പ് ചെയ്യാത്തതാണ് എനിക്കിഷ്ടം. സോ അതുകൊണ്ട് ഞാനൊന്ന് ഡ്രൈ ആക്കിയെടുക്കും. ഇങ്ങനെ ഒന്ന് ചിക്കി ചിക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കും. ആ ഒരു ടെക്സ്ചറിലാണ് ഞാൻ പൊതുവെ തോരൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ആണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന്, അപ്പോൾ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ആ ഒരു കളർ ചേഞ്ചും ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ പോയി കഴിയുമ്പോഴാണ് എനിക്ക് ആ ഒരു തോരൻ്റെ ഒരു ടെക്സ്ചർ എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി. ഇനി നമുക്ക് സെക്കൻഡായിട്ട് ഉണ്ടാക്കുന്നത് പയർ മെഴുക്കുവരട്ടിയാണ്. ഞാനിവിടെ പയറും അതുപോലെ തന്നെ 2 പച്ചമുളക്, ഒരു മീഡിയം സൈസിലുള്ളൊരു സവോളയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പയറിലെ വെള്ളമൊക്കെ വറ്റി നല്ല കുക്കായി വന്നതിന് ശേഷം മൂടി മാറ്റിയിട്ട് ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ മാക്സിമം കുറച്ചാണ് എടുക്കുന്നത്. ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. ഞാൻ ഈ ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ ഞാൻ സോട്ട് ചെയ്തെടുക്കും. എന്നാലാണ് കൂടുതൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യത്തുള്ളൂ. അതുപോലെ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന പയറിൻ്റെ ആ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതിന് ഇല്ല. അതിൽ നിന്നും ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡിയായി. ഇനി അതിന് ശേഷം ഒരു മുട്ട തോരൻ വെക്കണം. അതുപോലെ തന്നെ നമുക്ക് മോരുണ്ട്. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി. അതിന് ശേഷം ആൾ റെഡിയായി. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ചായ ഇട്ടു. ചായയും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒരു 8 o'clock ആയപ്പോഴത്തേക്കും ആൾ പോയി. അതിനുശേഷം ഞാൻ റൂമിലേക്ക് വന്നു. ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കിച്ചണിലും കുറച്ച് ക്ലീനിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൂമും ലിവിങ്ങും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഞാൻ പയ്യെ TV ഒക്കെ വെച്ച് ഇങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്യാണ്. നല്ല സണ്ണി ഡേ ആണ്. ഇപ്പം നല്ല വെയിലും ചൂടും ഒക്കെ ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. അങ്ങനെ കുറേ നേരം പോയി. എൻ്റെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ്ങിലേക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാം എന്ന് തോന്നിയിട്ട് ചിക്കൻ്റെ സമൂസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ചിക്കൻ സമൂസ ഉണ്ടാക്കാൻ തുടങ്ങുകയാണിത്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു വലിയ സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി ഒരുവിധം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്കും അതുപോലെ ജിഞ്ചറും ആഡ് ചെയ്ത് കൊടുക്കണം.
അതുപോലെ 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമുള്ള അത്രയും സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡറാണ്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡർ ആയതുകൊണ്ട് ഞാൻ 1/4 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഗ്രീൻ ചില്ലിയും പെപ്പർ പൗഡറും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ട് വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് സ്പൈസിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇത് ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതുകൂടി നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സോൾട്ട് വേണമെന്ന് തോന്നി. സോ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി സോൾട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അഗെയിൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സമോസയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമോസ ഉണ്ടാക്കാനായിട്ട് പോവാം. ഞാനിവിടെ സ്വീറ്റ്സിൻ്റെ സമോസ ഷീറ്റാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ വരെയൊക്കെ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു സമൂസ ഉണ്ടാക്കാനായിട്ട്. ഇതിൽ എനിക്ക് ഏറ്റവും പറ്റിയ അബദ്ധം ഇവിടം തൊട്ടാണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് സമൂസ ഉണ്ടാക്കുന്നത്. സോ ഞാൻ വെച്ച് ഭയങ്കര സിമ്പിളായിരിക്കും സമൂസയുടെ ഷീറ്റ് മടക്കാനും ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടാനും എന്നായിരുന്നു എൻ്റെ വിചാരം. ഇപ്പോഴും സിമ്പിളായിട്ടുള്ളവരുണ്ടായിരിക്കും. പക്ഷേ ഫോർ മീ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുറേ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കി എങ്ങനെ ഫോൾഡ് ചെയ്യുന്നതെന്ന്. പക്ഷെ എങ്ങനെയെല്ലാം ഞാൻ നോക്കിയിട്ടും എനിക്ക് ഒരു തരത്തിലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു സമൂസേൻ്റെ ഷേപ്പിലാക്കി. കാരണം ഇത്രയും ഞാൻ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഷീറ്റ് എടുക്കുന്നതും ഇത് ഫോൾഡ് ചെയ്യുന്നതും ഓക്കെ ഇതൊന്നും ശരിയാവുന്നില്ലെന്ന് മനസ്സിലാക്കുന്നതും. അങ്ങനെ ഇതൊരു ഫ്ലോപ്പ് റെസിപ്പി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിപ്പിക്ക് ടേസ്റ്റ് ഉണ്ട്, മസാല ഓക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ സമൂസ ഷീറ്റ് മടക്കാൻ അറിഞ്ഞുകൂടാ. അതായിരുന്നല്ലോ അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം. സമൂസേൻ്റെ ഷേപ്പ് ആവുന്നില്ല എങ്ങനെ ഞാൻ നോക്കിയിട്ടും. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇങ്ങനെ
ഇങ്ങനെയൊക്കെയോ ഞാൻ സമൂസ റെഡിയാക്കി. അപ്പോൾ ഇനി ഞാൻ പെർഫെക്റ്റായിട്ട് മടക്കാൻ പഠിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെയൊക്കെ എണ്ണ ചൂടാക്കാൻ വെച്ചു. ഇനി ഓരോന്നായിട്ട് ഇതിനകത്തിട്ടിട്ട് മുക്കി വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ സമൂസ റെഡിയായി. സമൂസ ഈ കളറിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത്രയും നേരം ഞാനത് ഫോൾഡ് ചെയ്യാനൊക്കെ നോക്കിയിട്ട് ഒടുക്കം റെഡി ആയല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്തായിരുന്നാലും സംഭവം നല്ല ടേസ്റ്റായിരുന്നു. കാരണം ഇതിൻ്റെ ടേസ്റ്റ് മസാലയ്ക്കാണല്ലോ. മസാലയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഇട്ട് സമൂസയൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഈവനിങ്ങിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഗ്രോസറി ഐറ്റംസും ഒക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കടയിലൊക്കെ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നെ കുറേ വെജീസൊക്കെ വാങ്ങി. പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് അങ്ങനെ വാങ്ങി വെക്കാറില്ല. കാരണം നമുക്ക് അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റും ഉണ്ട്. മാത്രമല്ല നമ്മൾ കൊണ്ടുവച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വേസ്റ്റായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറേശ്ശെയാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ ഈ ഒരു നഗ്ഗറ്റ്സ് ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും ഫേവറേറ്റാണ്. നമുക്ക് ഈവനിങ്ങിലേക്ക് ഞങ്ങൾ എടുക്കാറുള്ളതാണ് നഗ്ഗറ്റ്സ്. ഈ ഒരു കമ്പനിയുടെ നല്ല ടേസ്റ്റാണ്. സോ അത് വാങ്ങി. അതുപോലെ ഞാനൊരു നൂഡിൽസ് ലവറാണ്. സോ ഒരു ചെറിയൊരു നൂഡിൽസും ഒക്കെ വാങ്ങി. ഞങ്ങൾ പൊതുവെ വീക്ക്ലിയാണ് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്. അങ്ങനെ മന്ത്ലി ഷോപ്പിംഗ് വളരെ റെയറാണ്. ബിക്കോസ് ഞങ്ങൾക്ക് അടുത്ത് നിയർ ബൈ ഷോപ്പുണ്ട്. പിന്നെ ഞങ്ങൾക്കും കംഫർട്ടായിട്ട് തോന്നിയത് അതാണ്. കുറേ വെജീസും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് വെച്ചിരുന്നാൽ വേസ്റ്റായി പോവുക അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഞങ്ങൾ വീക്ക്ലി വാങ്ങാം അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ എഗ്ഗ് വാങ്ങിക്കാറുണ്ട്. അങ്ങനെ എഗ്ഗുമൊക്കെ വാങ്ങി. അങ്ങനെ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. സോ ഷോപ്പിങ്ങും ചായകുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വന്നു. നമുക്ക് നിയർ ബൈ ആണ് കേട്ടോ ബീച്ച്. നമ്മുടെ ബിൽഡിങ്ങിന് തൊട്ടടുത്താണ് ബീച്ച്. സോ കുറേ നേരം അവിടെ പോയി ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഒരു നല്ലൊരു ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്തു. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.